മുകേഷ് എം.എൽ.എക്കെതിരെയും നടൻ ഇടവേള ബാബുവിനെതിരെയും കുറ്റപത്രം സമർപ്പിച്ചു. തൃശൂർ വടക്കാഞ്ചേരി സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്ത ലൈംഗിക അതിക്രമ കേസിലാണ് കുറ്റപത്രം സമർപ്പിച്ചത്. എറണാകുളം നോർത്ത് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്ത കേസിലാണ് ഇടവേള ബാബുവിനെതിരെ കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നത്. ആലുവ സ്വദേശിയായ നടിയുടെ പരാതിയിലാണ് പീഡനക്കേസ്. ജിജീഷ് കരുണാകരൻ ചേരുകയാണ് വിവരങ്ങളുമായി. ജിജീഷ്, രണ്ടുപേർക്കെതിരെയുമാണ് ഇപ്പോൾ കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നത്. മുകേഷിനെതിരെയും ഇടവേള ബാബുവിനെതിരെയും മറ്റ് വിശദാംശങ്ങൾ കൂടി. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ തുടർന്നാണ് വലിയ തോതിൽ കാര്യങ്ങൾ തുറന്നു പറയാൻ അല്ലെങ്കിൽ ലൈംഗിക അതിക്രമങ്ങൾ തുറന്നു പറയാൻ പലരും തയ്യാറായത്. അങ്ങനെ നിരവധി കേസുകൾ ഇതുമായി ബന്ധപ്പെട്ട് പല ഭാഗങ്ങളിലായി സംസ്ഥാനത്തിന്റെ പല ഭാഗങ്ങളിൽ രജിസ്റ്റർ ചെയ്തിരുന്നു. അതിൽ രണ്ട് കേസുകൾ എന്ന് പറയുന്നത്, ഒന്ന് മുകേഷിനെതിരെ രജിസ്റ്റർ ചെയ്ത കേസും ഒപ്പം തന്നെ ഇടവേള ബാബുവിനെതിരെ ഉയർന്ന പരാതികളിലുമാണ്. ഈ രണ്ട് കേസുകളിലുമാണ് ഇപ്പോൾ കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നത്. മുകേഷ് എം.എൽ.എക്കെതിരെ സമർപ്പിച്ചിരിക്കുന്നത് തൃശൂർ വടക്കാഞ്ചേരി സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്ത ലൈംഗിക അതിക്രമ കേസുമായി ബന്ധപ്പെട്ടാണ്. ഈ കേസിൽ നേരത്തെ അറസ്റ്റ് രേഖപ്പെടുത്തി ജാമ്യത്തിൽ വിടുകയായിരുന്നു. മുൻകൂർ ജാമ്യം മുകേഷിന് നേരത്തെ കോടതിയിൽ നിന്ന് ലഭിക്കുകയും ചെയ്തിരുന്നു. പ്രത്യേക അന്വേഷണ സംഘമാണ് മുകേഷിന്റെ ചോദ്യം ചെയ്യൽ നടപടികളും ഒപ്പം തന്നെ മറ്റ് അന്വേഷണവും എല്ലാം തന്നെ പൂർത്തിയാക്കി ഇപ്പോൾ കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നത്. 30ഓളം സാക്ഷികളെ കണ്ടെത്താൻ കഴിഞ്ഞു എന്ന് തന്നെയാണ് കുറ്റപത്രത്തിൽ പ്രധാനമായും സൂചിപ്പിച്ചിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട നിർണായകമായ തെളിവുകൾ കണ്ടെത്താൻ കഴിഞ്ഞു എന്നതടക്കമുള്ള കാര്യങ്ങൾ കുറ്റപത്രത്തിൽ വ്യക്തമാക്കുകയും ചെയ്യുന്നുണ്ട്. 2021 ചിത്രീകരണത്തിനിടെ വടക്കാഞ്ചേരിയിലെ ഹോട്ടലിൽ വെച്ച് ലൈംഗികാതിക്രമം നടത്തി എന്നതാണ് മുകേഷിനെതിരെ ഉയർന്നിരിക്കുന്ന ആരോപണം. ഇതുൾപ്പെടെയുള്ള വിവിധ പരാതികൾ മുകേഷിനെതിരെ ഉയർന്നിരുന്നു. ആലുവയിലെ നടി നൽകിയ പരാതി, അതുമായി ബന്ധപ്പെട്ടും പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ അന്വേഷണം മുന്നോട്ട് പോകുന്നുണ്ട്. ഇതിനിടയിൽ തന്നെയാണ് നടനും അമ്മ സംഘടനയുടെ ഭാരവാഹിയും എല്ലാമായിരുന്ന ഇടവേള ബാബുവിനെതിരെയും ലൈംഗിക ആരോപണങ്ങൾ ഉയർന്നിരുന്നത്. അതിൽ അമ്മയുടെ മെമ്പർഷിപ്പ് അടക്കം വാഗ്ദാനം ചെയ്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ചൂഷണം ഉണ്ടായത് എന്നായിരുന്നു പരാതിയിൽ ചൂണ്ടിക്കാണിച്ചിരുന്നത്. ഈ കേസിലും ഇപ്പോൾ പ്രത്യേക അന്വേഷണ സംഘം കുറ്റപത്രം സമർപ്പിച്ചിരിക്കുകയാണ്. എറണാകുളം നോർത്ത് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്ത കേസുമായി ബന്ധപ്പെട്ടാണ് പ്രത്യേക അന്വേഷണ സംഘം കുറ്റപത്രം നൽകിയിരിക്കുന്നത്. താരസംഘടനയായ അമ്മയിൽ അംഗത്വം വാഗ്ദാനം ചെയ്തുകൊണ്ടാണ് ഈ ലൈംഗിക ചൂഷണം നടത്തിയിരിക്കുന്നത് എന്ന കാര്യമാണ് പരാതിക്കാരി ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. വിവിധ കേസുകളിൽ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ തുടർന്നുള്ള വിവിധ കേസുകളിൽ നിരവധി നടന്മാർക്കെതിരെ ലൈംഗിക പീഡനം, ബലാത്സംഗം, സ്ത്രീകളുടെ സ്ത്രീത്വത്തെ അപമാനിക്കൽ തുടങ്ങിയ പല വകുപ്പുകളിലായുള്ള കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അത്തരത്തിലുള്ള കേസുകളുമായി ബന്ധപ്പെട്ട നടപടികൾ ഇപ്പോൾ പുരോഗമിക്കുകയും ചെയ്യുകയാണ്. അതോടൊപ്പം തന്നെയാണ് മുകേഷിനെതിരെ ഇപ്പോൾ കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നത്. CPM-നെ കൂടി പ്രധാനമായും പ്രതിക്കൂട്ടിലാക്കിയിരിക്കുകയാണ്. കുറ്റപത്രം സമർപ്പിച്ച ശേഷം അക്കാര്യത്തിൽ ഏതെങ്കിലും ഒരു പ്രതികരണം നടത്താം അല്ലെങ്കിൽ എന്ന കാര്യവും മാത്രമല്ല, മുകേഷിനെ തള്ളി പറയാതെ തന്നെ നിൽക്കുകയായിരുന്നു. കുറ്റപത്രം സമർപ്പിച്ച ശേഷം എന്തെങ്കിലും ഒരു നിലപാട് വ്യക്തമാക്കാമെന്നെല്ലാം CPM നേതൃത്വം പലഘട്ടം പറഞ്ഞിരുന്ന അതേ ഘട്ടത്തിൽ തന്നെയാണ് മുകേഷിനെതിരെ കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നത് എന്നതും ഏറ്റവും പ്രധാനമാണ്. KP